നിയമത്തിന്റെ വഴിക്ക് പോയിരുന്നുവെങ്കിൽ കന്യാസ്ത്രീകൾക്ക് ജയിലിൽ കിടക്കേണ്ട കാര്യമില്ല. നോക്കൂ, കന്യാസ്ത്രീകൾ അവിടെ എത്തുന്നു, 3 പെൺകുട്ടികളെ അവരുടെ മഠത്തിൽ ജോലിക്കായി കൊണ്ടുപോകുന്നു. അവർ പ്രായപൂർത്തിയായ പെൺകുട്ടികളാണ്. അവരുടെ വീട്ടിൽ നിന്നുള്ള അനുമതി പത്രമടക്കം അവരുടെ കൈവശമുണ്ട്. എല്ലാ രേഖകളും അവരുടെ കൈവശമുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ കൂടെയുണ്ട്. അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ വന്നാൽ ഈ രേഖകളൊക്കെ പരിശോധിച്ച് അപ്പോൾ തന്നെ അവർ പറഞ്ഞുവിടാവുന്ന കേസേ ഉള്ളൂ. പക്ഷേ അതിനെ രാഷ്ട്രീയമായി പർവ്വതീകരിച്ച് അവരെ വലിയ കുറ്റവാളികളായി ചിത്രീകരിച്ച് അവർ മതപരിവർത്തനത്തിന്റെയും അതുപോലെ തന്നെ മനുഷ്യക്കടത്തിന്റെയും വക്താക്കളാണ് എന്ന് വരുത്തി തീർത്ത് അവരെ ജയിലിലടയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇതൊരു വലിയ കേസായി മാറുകയാണ്. അതായത് മനുഷ്യക്കടത്ത് പോലെ വലിയൊരു കേസായി മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നപ്പോൾ ഈ BJP നേതാക്കൾ ഛത്തീസ്ഗഡിലെത്തി നടത്തിയ ചർച്ചകളിൽ ഒരു ഫലവും ഉണ്ടായില്ല എന്നതാണ് നമുക്കിതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഇന്ന് കോടതിയിൽ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് നമ്മൾ കണ്ട കാഴ്ച എന്താണ്? ബജ്രംഗ് ദളിന്റെ പ്രവർത്തകർ കോടതിക്ക് ചുറ്റും നിന്ന് മുദ്രാവാക്യം മുഴക്കുന്നു. ഒരുപക്ഷെ ഈ കന്യാസ്ത്രീകൾക്ക് ഇന്ന് കോടതി ജാമ്യം നൽകിയിരുന്നുവെങ്കിൽ ആ കോടതി തന്നെ ആക്രമിക്കുന്ന സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഛത്തീസ്ഗഡ് പോലീസ് അത് തടയാനോ ഛത്തീസ്ഗഡ് സർക്കാർ അത് തടയാൻ പോലും എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചതായി ഇന്ന് കണ്ടില്ല.